ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പോമാണ്. ഇതിലെ സമ്മറി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലൈൻ ബൈ ലൈൻ മീനിങ് പഠിക്കാം. അതോടൊപ്പം തന്നെ ഇതിലുള്ള ആക്ടിവിറ്റീസ് സോൾവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ആർ യു റെഡി? അപ്പോൾ നമുക്കിതിലെ ഓരോ ലൈനും വായിക്കാം. ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ്. ഓൾ എന്ന് പറഞ്ഞാൽ മൂങ്ങ, പുസി ക്യാറ്റ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ആണ് അല്ലേ. ദ ഓൾ ആൻഡ് ദ പുസി ക്യാറ്റ് വെന്റ് ടു സീ. ഓളും പുസി ക്യാറ്റും കടലിലേക്ക് പോയി. ഇൻ എ ബ്യൂട്ടിഫുൾ പീ ഗ്രീൻ ബോട്ട്. വളരെ ഭംഗിയുള്ള പീ ഗ്രീൻ, ഗ്രീൻ പീസ് കണ്ടിട്ടില്ലേ, അതുപോലുള്ള പച്ച കളറിലുള്ള ഒരു ബോട്ടിലാണ്. ദേ ടൂക്ക് സം ഹണി. അവര് പോകുന്ന സമയത്ത് അവർ എന്തെടുത്തിട്ടുണ്ട്? കുറച്ച് തേൻ എടുത്തിട്ടുണ്ട്. ആൻഡ് പ്ലെന്റി ഓഫ് മണി. ധാരാളം പണവും എടുത്തിട്ടുണ്ട്. പ്ലെന്റി ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളം. റാപ്ഡ് അപ്പ് ഇൻ എ 5 pound നോട്ട്. എന്നിട്ട് ഇത് എവിടെയാണ് പൊതിഞ്ഞിട്ടുള്ളത്? റാപ്പ് എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു. എന്തിൽ? ഇൻ എ 5 pound നോട്ട്. 5 പൗണ്ട് നോട്ടിലാണ് ഇത് പൊതിഞ്ഞിട്ടുള്ളത്. ദ ഓൾ ലുക്ക്ഡ് അപ്പ് ടു ദ സ്റ്റാർസ് അബോവ്. ഓൾ ആകാശത്തേക്ക് മേലെ, സ്റ്റാർസിന് മുകളിലേക്ക് ഇങ്ങനെ നോക്കി. ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. ഒരു സ്മോൾ ഗിറ്റാർ പിടിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. സാങ് പാടുന്നു. എന്താ പാടുന്നത്? ഓ ലവ്ലി കിറ്റി. ഓ എൻ്റെ പ്രിയപ്പെട്ട കിറ്റി. ഓ കിറ്റി മൈ ലവ്. എൻ്റെ സ്നേഹഭാജനമേ. അതായത് ഈ കിറ്റിയെ സ്നേഹിച്ചുകൊണ്ട് ഓൾ പാടുകയാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. എന്ത് ഭംഗിയുള്ള കിറ്റിയാണ് നീ. യു ആർ. അതായത് വീണ്ടും വീണ്ടും ആ ലൈൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഈ കവിതകൾക്കുള്ള പ്രത്യേകത. അത് കവികൾ കവിത ഭംഗി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ റിപ്പീറ്റേഷൻ ഒക്കെ. ഓക്കെ, വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. എന്ത് ഭംഗിയുള്ള കിറ്റിയാണ് നീ. ദ കിറ്റി സെഡ് ടു ദ ഓൾ യു എലഗന്റ് ഫോൾ. അതായത് ഇതൊക്കെ കേട്ട് നമ്മുടെ കിറ്റി ഓളിനോട് പറയുകയാണ്, യു എലഗന്റ് ഫോൾ. നിന്നെയും കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. എലഗന്റ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള. ഫോൾ എന്ന് പറഞ്ഞാൽ പക്ഷി. ഹൗ ചാമിംഗ്ലി സ്വീറ്റ് യു സിംഗ്. എന്ത് മനോഹരമായിട്ടാണ് നീ പാട്ട് പാടുന്നത്. ഓ ലെറ്റ് us ബി മാരീഡ്. നമുക്ക് വിവാഹം കഴിച്ചാലോ. ടു ലോങ് വി ഹാവ് ടാരീഡ്. ഒരുപാട് കാലമായി നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യുകയാണ്. ടാരീഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റഡ്, കാത്തിരിക്കുകയാണ്. ബട്ട് വാട്ട് ഷോൾ വി ഡു ഫോർ എ റിംഗ്. പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഒരു റിംഗ് വേണമല്ലേ. അപ്പോൾ റിംഗിന് നമ്മൾ എന്ത് ചെയ്യും? ദേ സെയിൽഡ് അവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. അവര് യാത്ര ചെയ്യുകയാണ്. എത്ര വർഷമാണ്? ഒരു വർഷവും ഒരു ദിവസവും. ടു ദ ലാൻഡ്. എങ്ങോട്ടാ യാത്ര? ഒരു ലാൻഡിലേക്കാണ്. വേർ ദ ബോങ് ട്രീ ഗ്രോസ്. അവിടെ ബോങ് ട്രീ വളരുന്നുണ്ട്. ഇവിടെ കവി യൂസ് ചെയ്തിട്ടുള്ള ബോങ് ട്രീ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ട്രീ ആണ്, ഒരു സാങ്കല്പിക മരമാണ്. കവിതയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് there in a wood. അവിടെ മരങ്ങൾക്കിടയിൽ എ പിഗ്ഗി വിഗ് സ്റ്റുഡ്. അവിടെ ആരുണ്ട്? ഒരു പിഗ്ഗി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിത്ത് എ റിംഗ്. എങ്ങനെ? ഒരു റിങ്ങുമായിട്ട്. അപ്പൊ അവിടെ ഒരു പന്നിയുണ്ട്, ഒരു മോതിരവുമായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. ഈ റിങ് എവിടെയാണുള്ളത്? അതിന്റെ മൂക്കിന്റെ അറ്റത്ത്. ഹിസ് നോസ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അവന്റെ മൂക്കിൽ എന്ന് പറഞ്ഞത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ്. വിത്ത് എ റിങ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഒരു റിങ് ഉണ്ട്. എവിടെ? അവന്റെ മൂക്കിന്റെ അങ്ങേ അറ്റത്ത്. അങ്ങനെ അവർ ആ പിഗിനടുത്തേക്ക് വരികയാണ്. ഡിയർ പിഗ്, എന്റെ പ്രിയപ്പെട്ട പിഗ്ഗി, ആർ യു വില്ലിംഗ് ടു സെൽ ഫോർ 1 shilling യുവർ റിംഗ്. താങ്കളുടെ മോതിരം 1 shilling വിൽക്കാൻ സാധിക്കുമോ? താങ്കൾ റെഡിയാണോ? ഷില്ലിംഗ് എന്ന് പറയുന്നത് ഒരു നാണയമാണ് കേട്ടോ. ബ്രിട്ടനിലൊക്കെ മുമ്പ് യൂസ് ചെയ്തിരുന്ന ഒരു നാണയമാണ്. നമ്മുടെ നാട്ടിൽ റുപ്പീസ് എന്നൊക്കെ, പൈസ എന്നൊക്കെ പറയാറില്ലേ, അതുപോലുള്ള ഒരു സംഭവമാണ് ഷില്ലിംഗ്. സെഡ് ദ പിഗ്ഗി. അപ്പോൾ ഇത് കേട്ട് പിഗ്ഗി പറഞ്ഞു, ഐ വിൽ, ഞാൻ നൽകാം. സോ ദേ took it away. അങ്ങനെ അവര് രണ്ടുപേരും ആ ഒരു റിങ് വാങ്ങുന്നു. ആൻഡ് were married next day. അങ്ങനെ രണ്ടുപേരും അടുത്ത ദിവസം തന്നെ വിവാഹവും കഴിക്കുന്നു. ബൈ ദ ടർക്കി ഹു ലിവ്സ് ഓൺ ദ ഹിൽ. എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? ആ കുന്നിൽ തന്നെ ജീവിക്കുന്ന ഒരു ടർക്കി ഉണ്ടായിരുന്നു. അവരുടെ കാർമ്മികത്വത്തിലാണ് ഇവര് വിവാഹം കഴിക്കുന്നത്. ഡൈൻ ടോൺ മീൻസ് ആൻഡ് സ്ലൈസസ് ഓഫ് ക്യൂൻസ്. ക്യൂൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരം പഴമാണ് കേട്ടോ.
സ്ലൈസ് എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കിയത്, മീൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, അതായത് ഈ പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അവർ ഡൈൻഡ്, അവർ ഭക്ഷണം ഒരുക്കിയത്, അതായത് വിരുന്നായിട്ട് അവർ ഈ ഭക്ഷണമാണ് കഴിച്ചത്. വിച്ച് ദേ ഏറ്റ് വിത്ത് എ റൺസിബിൾ സ്പൂൺ. അതെങ്ങനെയാണ് അവർ കഴിച്ചത്? ഒരു റൺസിബിൾ സ്പൂണുമായിട്ടാണ്. അതായത് ഇതും കവിയുടെ ഇമാജിനേഷൻ ആണ്. റൺസിബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം ഇതുപോലുള്ള ഒരു സ്പൂൺ. ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ്, അങ്ങനെ കൈകളൊക്കെ കോർത്തുകൊണ്ട് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ്, അങ്ങനെ ആ ഒരു മണൽ തരികൾക്കടിയിലൂടെ ഇങ്ങനെ അവർ നടന്നു പോവുകയാണ് അല്ലേ. ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അവർ ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അതായത് അവർ വളരെയധികം ഹാപ്പിയാണ്. ദ മൂൺ, ദ മൂൺ, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചന്ദ്രനെ കുറിച്ച്. ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. ആ ചന്ദ്ര വെളിച്ചത്തിൽ അവരെന്ത് ചെയ്യാണ്? അവരിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും വളരെയധികം ഹാപ്പിയാണ്. ഒരുപാട് കാലമായിട്ടാണ് അവർ കല്യാണം കഴിക്കാൻ കാത്തിരുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിച്ചു. അവരിപ്പോൾ ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ഈ പോം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു തരം ഒരു ഫണ്ണി പോയമാണ് അല്ലേ. പോയം ഒരു നോൺസെൻസ് പോയം എന്ന് പറയാം. കാരണം യഥാർത്ഥത്തിലുള്ള ഒന്നും തന്നെ ഇതിലുണ്ടാവില്ല, മുഴുവൻ സാങ്കല്പികം മാത്രമാണ്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് നോക്കാം. ഇവിടെ നമ്മുടെ പോയറ്റ് പല വേർഡ്സും റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയ്ഡപ്പ് വേർഡ്സ് ഉണ്ട്, അതായത് കവിതയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ വേർഡ്സ്. അപ്പോൾ അത് നമ്മളോട് കണ്ടെത്താൻ നമുക്ക് വിക്ടേഴ്സ് ഇംഗ്ലീഷ് ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതെന്ന്. മെയ്ഡപ്പ് വേർഡ്സ് ഏതൊക്കെയാണ്? യെസ്, ബോങ് ട്രീ ഒരു മെയ്ഡപ്പ് വേർഡാണ്. അതുപോലെ തന്നെ പീ ഗ്രീൻ, അതായത് ഗ്രീൻ പീസിൻ്റെ ഒക്കെ കളറിലുള്ള ബോട്ട് എന്ന് പറഞ്ഞു, അതും ഉണ്ടാക്കി പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിഗ്ഗി വിക്ക്, അതും ഒരു മെയ്ഡപ്പ് വേർഡ്സ് ആണ്. ഇനി റിപ്പീറ്റ് ചെയ്തത് ഏതൊക്കെയാണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ, അത് ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിലുണ്ട് അല്ലേ. ഇനിയോ വിത്ത് എ റിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് നോസ്, അതുപോലെ തന്നെ ദേ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള വേർഡ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 47-ൽ ബി സേ ദ വേർഡ്സ് ബോട്ട് ആൻഡ് നോട്ട്. നമ്മുടെ ഈ ഒരു പോമിലുണ്ട് ബോട്ട്, നോട്ട്, ദേ ആർ റൈമിംഗ് വേർഡ്സ്. നമുക്കറിയാം അല്ലേ, റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ സെയിം എൻഡിങ് സൗണ്ട് വരുന്നതാണ് അല്ലേ. ഇപ്പോൾ ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ, ജിൽ, ഹിൽ എന്നുള്ളത് റൈമിംഗ് വേർഡ്സ് ആണ്. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ ബോട്ട്, നോട്ട് ഒരേ സൗണ്ട് ആണ് വന്നിട്ടുള്ളത്. ഇവയൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. നൗ പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം സ്റ്റാൻസസ് 1, 2, 3 ആൻഡ് റൈറ്റ് ദം ബിലോ. ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞതും നോട്ട് എന്ന് പറയുന്നതും റൈമിംഗ് വേർഡ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെയുള്ള റൈമിംഗ് വേർഡ്സ് ഇനിയും അടുത്ത സ്റ്റാൻസയിലുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ട് എഴുതാം. ഏതൊക്കെയാണ്? ആദ്യത്തെ സ്റ്റാൻസയിലുള്ള റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് എബവ്, ലവ്, രണ്ടും ഒരുപോലെ പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ട് അല്ലേ. ഗിറ്റാർ, ആർ. അതുപോലെ സെക്കൻഡ് സ്റ്റാൻസയിൽ ഏതൊക്കെയാണ്? സിങ്, റിങ്, ഗ്രോസ്, നോസ്. അതുപോലെ തേർഡ് സ്റ്റാൻസയിലുള്ളതോ വിൽ, ഹിൽ, സ്പൂൺ, മൂൺ. ഇവയൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓ ലെറ്റ് us be married, too long we have tarried. മാരീഡ്, ടാരീഡ് എന്നുള്ളത് റൈമിംഗ് വേർഡ്സ് ആണ്. പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട്. അതായത് മാരീഡ് എന്നുള്ളതും ടാരീഡ് എന്നുള്ളതും ഒരേ ലൈനിലാണ് വന്നിട്ടുള്ളത്. ഇവയ്ക്ക് പറയുന്ന പേരാണ് ഇന്റേണൽ റൈംസ് എന്ന്. ഇതുപോലെ കവിതയിൽ ഇനിയും ഇന്റേണൽ റൈംസ് ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് ഇന്റേണൽ റൈംസ് ഉള്ളത്? They took some honey and plenty of money. Honey, money ഒരേപോലുള്ള ഉച്ചാരണമുണ്ടല്ലേ. They sailed away for a year and a day. Away, day, ഇതും ഇന്റേണൽ റൈമിന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ Are you willing to sell for 1 shilling? Willing, shilling ഇന്റേണൽ റൈംസ് ആണ്. അതുപോലെ തന്നെ So they took it away and were married next day. Away, day വന്നിട്ടുണ്ട്. അതുപോലെ They dined on mince and slices of quince. ഇവിടെ മിൻസ്, ക്യുൻസ് ഇത് രണ്ടും ഇന്റേണൽ റൈംസ് ആണ്. അതുപോലെ തന്നെ and hand in hand on the edge of the sand. Hand, sand ഇവയും ഇന്റേണൽ റൈംസിന് എക്സാമ്പിൾ ആണ്. ഇന്റേണൽ റൈംസിന്റെ എക്സാമ്പിൾ ടീച്ചർ ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയുന്ന ജാക്ക് ആൻഡ് ജിൽ വെന്റ് അപ്പ് ദ ഹിൽ. ജിൽ എന്നുള്ളതും ഹിൽ എന്നുള്ളതും ഒരേ സൗണ്ട് ആണ്, എന്നാൽ ഒരേ ലൈനിൽ വന്നിട്ടുണ്ട് അല്ലേ. ഇവയ്ക്കാണ് ഇന്റേണൽ റൈംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 48 എടുക്കുക. നിങ്ങൾക്ക് വിക്ടേഴ്സ് ക്ലാസ്സിലും ഈ ഒരു വാക്കുണ്ട്.
എഡ്വേർഡ് ലിയർ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഹിസ് ലിമറിക്സ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോയറ്റ് നമ്മുടെ എഡ്വേർഡ് ലിയർ, അദ്ദേഹം ലിമറിക്സിന്റെ കാര്യത്തിലായിരുന്നു ഫേമസ് എന്ന്. അപ്പൊ എന്താണ് ലിമറിക്സ് എന്ന് നോക്കാം. ലിമറിക് ഈസ് എ ഫണ്ണി പോം, ഒരു ഫണ്ണി ആയിട്ടുള്ള പോയമാണ്. ദാറ്റ് ഹാസ് 5 ലൈൻസ്, 5 ലൈൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വിത്ത് ദ റൈം സ്കീം എ എ ബി ബി എ. അതിന്റെ റൈം സ്കീം എന്ന് പറയുന്നത് എ എ ബി ബി എ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് റൈം സ്കീം എന്ന്. റൈം വേർഡ് എങ്ങനെ കണ്ടെത്താമെന്നും റൈം സ്കീം എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് ക്ലിയർ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെക്കാം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടാൽ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 5 ലൈനുള്ള പോം തന്നിട്ടുണ്ട്. അതിലുള്ള റൈം സ്കീം എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ലൈൻ ഹിൽ, രണ്ടാമത്തെ ലൈനിൽ സ്റ്റിൽ. ഒരേ സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ ആൽഫബറ്റിക് ലെറ്റർ കൊടുത്തു. അപ്പോൾ എ കൊടുത്തു. അടുത്ത ലൈനിൽ ഡൗൺ, ഗൗൺ. ഒരേ സൗണ്ടാണ്, എന്നാൽ ഹില്ലിൻ്റെയും സ്റ്റില്ലിൻ്റെയും സൗണ്ട് അല്ല. അപ്പം നമ്മൾ രണ്ടാമത്തെ ആൽഫബറ്റായ ബി കൊടുക്കുകയാണ്. അപ്പോൾ ബി കൊടുത്തു. ഇനി മൂന്നാമത്തെ ലൈനിൽ ഹിൽ എന്നാണ് വന്നിട്ടുള്ളത്. അതായത് ആദ്യത്തെ 2 സൗണ്ടുകളെ പോലെ തന്നെയാണ് ഈ 5ാമത്തെ ലൈനിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം നമ്മൾ കൊടുത്ത ആൽഫബറ്റ് തന്നെയാണ് 5ാമത്തെ ലൈനിലും കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈം സ്കീം എഴുതി നോക്കൂ. എ എ ബി ബി എ. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഞാൻ വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ട് മനസ്സിലായെന്ന്. അതുപോലെ തന്നെ അടുത്ത ലൈനിൽ നോക്കിയാൽ മനസ്സിലാവും. ജോ, ടോ. രണ്ടും ഒരേ സൗണ്ടാണ്. എ കൊടുത്തു. സാറ്റ്, കാറ്റ്. നമ്മളിവിടെ മറ്റൊരു സൗണ്ടാണ് ഇവ രണ്ടിനും, അതുകൊണ്ട് നമ്മൾ ബി കൊടുത്തു. ക്രോ എന്നുള്ളതിന് മുകളിലെ ജോ, ക്രോ. ഒരേ സൗണ്ട് ആയതുകൊണ്ട് തന്നെ മുകളിൽ കൊടുത്ത എ എന്നുള്ള ആൽഫബറ്റ് ഇവിടെ കൊടുത്തു. അപ്പോൾ റൈം സ്കീം എങ്ങനെ എഴുതുക? എ എ ബി ബി എ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കുള്ള വർക്ക് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ലിമറിക് എഴുതി നോക്കുക. ടെക്സ്റ്റ് ബുക്കിൽ 3 ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഇവിടെ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എഴുതിയാലും മതി. എന്തായാലും നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇവിടെ താടിയൊക്കെ ഉള്ള ഒരു ഓൾഡ് മാൻ ഉണ്ട്. ഇനി ബാക്കിയുള്ള ലൈൻസ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതിൽ മനസ്സിലാവും, ഇതിലൊക്കെ എൻഡിങ് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ലൈനിലെയും എൻഡിങ് നോക്കുമ്പോൾ എ എ ബി ബി എ എന്നുള്ള റൈം സ്കീം ആയിരിക്കും. അതോടൊപ്പം തന്നെ 5 ലൈൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒരു ഫണ്ണി പോയവും ആയിരിക്കും. ഇതാണ് ലിമറിക്. അതുപോലെ തന്നെ പേജ് നമ്പർ 47-ൽ നമുക്ക് മറ്റൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ ഫോളോവിങ് ലൈൻ ഫ്രം ദി പോയം ദ വിൻഡ്. ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷൗട്ട്. വിൻഡ് നിൽക്കുന്നു, എനിക്ക് ഷൗട്ട് ചെയ്യുന്നു. ക്യാൻ ദ വിൻഡ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗിവ് എ ഷൗട്ട്? നമ്മുടെ കാറ്റിന് നിൽക്കാൻ കഴിയുമോ? വഴക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലല്ലേ. ഇവിടെ പോയിറ്റ് എന്താ ചെയ്തത്? ആ വിൻഡിനൊരു ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തതാണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യർക്കുള്ള ക്വാളിറ്റി മറ്റുള്ളവർക്ക് നൽകി അതിനെ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ്. ചിലപ്പോൾ ചില കവിതകളിലൊക്കെ കണ്ടിട്ടുണ്ട്, മഴ കരയുന്നു, ഭൂമി ചിരിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ പാഠത്തിലും ഇതുപോലുള്ള പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയാലോ? ഇവിടെയുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട്. ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലെന്റി ഓഫ് മണി. അല്ലേ, ക്യാഷും എടുക്കും, അതുപോലെ തേനൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയെ ഈ മൃഗങ്ങൾക്ക് കൊടുത്തതാണ്. ഇത് പേഴ്സണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. അതായത് ഇവിടെ ഓളിനെയും ക്യാറ്റിനെയും പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ഓൾ ലുക്ക്ഡ് അപ്പ് ടു ദ സ്റ്റാർസ് അബോവ് ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. ഓൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആകാശത്തിലേക്ക് നോക്കി ഒരു സ്മോൾ ഗിറ്റാറൊക്കെ എടുത്ത് പാട്ട് പാടിയെന്ന് പറഞ്ഞു അല്ലേ. ഇതും പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ ഓളിനെ പേഴ്സണിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വേർ ഡിഡ് ദ ഓൾ ആൻഡ് ദ പുസി കാറ്റ് ഗോ? എങ്ങോട്ടാണ് ഓളും പുസി കാറ്റും പോകുന്നത്? ഉത്തരം, ദ ഓൾ ആൻഡ് ദ പുസി കാറ്റ് വെന്റ് ടു ദ സീ. അവർ കടലിലേക്ക് പോവുകയാണ് അല്ലെ, ഒരു യാത്രയ്ക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ടേക്ക് വിത്ത് ദം? അവരെന്താണ് കൂടെ കൊണ്ടുപോകുന്നത്? യെസ്, they took some honey and plenty of money with them. അവർ കുറച്ച് തേനും കുറെ ക്യാഷുമാണ് കൊണ്ടുപോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഡു ദ ക്യാരക്ടേഴ്സ് ഇൻ ദ പോയം ബിഹേവ്? ഈ പോയത്തിലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ആസ് ആൻ അനിമൽസ് ഓർ ആസ് ഹ്യൂമൻ ബീയിങ്സ്? മൃഗങ്ങളെ പോലെയാണോ മനുഷ്യരെ പോലെയാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയത്? യെസ്, ദ ക്യാരക്ടേഴ്സ് ഇൻ ദ പോയം ബിഹേവ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരെ പോലെയാണല്ലോ അവർ പറയുന്നത്. ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അടുത്തതോ, what did the owl do to express his love?
ഓൾ തൻ്റെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ എന്താ ചെയ്ത്? The owl sang a love song to a small guitar to express his love. ഒരു സ്മോൾ ഗിറ്റാർ യൂസ് ചെയ്തിട്ട് ഒരു പാട്ട് പാടുകയാണ് അല്ലേ? To emphasize it, അതിനെ ഒന്നുകൂടി ഊന്നി പറയാൻ, അതായത് ഒന്നുകൂടി എടുത്തു പറയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്ത്? He repeatedly said the kitty was very beautiful. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലേ, വളരെ ഭംഗിയുണ്ട് നിന്നെ കാണാൻ എന്നൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How long did the owl and the pussycat sail? എത്ര കാലം അവർ യാത്ര ചെയ്യും? Yes, the owl and the pussycat sailed away for a year and a day. അവർ ഒരു വർഷവും ഒരു ദിവസവും യാത്ര ചെയ്യാനെടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ. Where did they sail to? Why? എങ്ങോട്ടാണ് അവർ യാത്ര പോകുന്നത്? എന്തുകൊണ്ടാണ് അവർ പോകുന്നത്? They sailed to the land where the bong tree grows. ബോങ് ട്രീ വളരുന്ന ലാൻഡിലേക്കാണ് അവർ പോകുന്നത്. To buy the ring from a piggy wick. ഒരു പിഗ്ഗിയുടെ അടുത്തിൽ നിന്ന് ഒരു റിംഗ് വാങ്ങാനാണ് അല്ലെ അവർക്ക് വിവാഹം കഴിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? How much did they pay for the ring? എത്ര രൂപ അവർ റിങ്ങിന് ചെലവാക്കി? Yes, they paid 1 shilling for the ring. 1 shilling, ഒരു ഷില്ലിംഗ് ആണ് അവർ ആ റിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിച്ചത്. അടുത്തത്, ഐഡന്റിഫൈ ദ എക്സ്പ്രഷൻ വിച്ച് സജറ്റ്സ് ദാറ്റ് ദ പോം ഹാസ് എ ഹാപ്പി എൻഡിങ്. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് ആണ് പോമിലുള്ളത് എന്ന് കാണിക്കുന്ന എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? യെസ്, ലാസ്റ്റ് ലൈൻ നോക്കാം അല്ലേ. ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദ എഡ്ജ് ഓഫ് ദ സാൻഡ് ദ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ മൂൺ. അല്ലെ, അവർ കൈകോർത്ത് ആ ഒരു മണൽ തരികളിലൂടെ ഇങ്ങനെ നടന്ന് ഡാൻസ് കളിക്കുകയാണ് അല്ലേ. ചന്ദ്രന്റെ പ്രകാശത്തിൽ അവരിങ്ങനെ കൈകോർത്ത് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഡാൻസ് ഒക്കെ കളിക്കുക എന്ന് പറയുന്നത് ഒരു ഹാപ്പി മൂഡിലാണ് അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കുള്ള വർക്കാണ്, അതായത് പഠിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ടിലൊക്കെ എഴുതുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പോയം റീഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപകാരമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എനിവേ, ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.